അയ്യോ വണക്കം. കേരളത്തെ അങ്ങേയറ്റം പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ നമ്മുടെ ആലിൻ ഷെറീൻ എന്ന് പറയുന്ന ആ പൊന്നോമനയുടെ വിഷയമെന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് ശിവരാത്രി ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് അവിടെ വന്ന് ആ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു, UDF നേതാക്കൾ വന്നു, ഒരുപാട് ആൾക്കാർ വന്നു. കാരണം ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. പക്ഷേ അവിടെയും നമ്മുടെ മലയാളികൾ നമ്മുടെ പ്രബുദ്ധത തെളിയിച്ചു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുണ്ടല്ലോ, കൈയില്ലാത്തവൻ കൈ കെട്ടി വെച്ച് അടി കൊടുക്കും. അമ്മാതിരിയുള്ള കമൻറ്റുകളാണ് അതിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കൾ എന്താ കരയാത്തത്? ഇവർക്ക് കരയാതിരിക്കാൻ സാധിക്കുമോ? ഇവർ കരയണ്ടേ? ഇവരെങ്ങനെയെങ്കിലും ഒന്ന് കരയിക്കാമോ? അയ്യോ, ഉള്ളു പെടഞ്ഞ് കരയേണ്ട സമയത്ത് ഇവർ വന്നിരിക്കുന്നത് അവാർഡ് വാങ്ങാൻ പോകുന്നത് പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് ഇതിനെപ്പറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു സങ്കടമെന്ന് പറയുന്നത്, 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ അത് താങ്ങും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡൗട്ടെന്ന് പറയുന്നതും ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ബിക്കോസ് ദീസ് പീപ്പിൾ ആർ ഓക്കെ. അവർ ഓക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഒരു ദുരന്തം അവർക്ക് സംഭവിച്ചു. ആ ദുരന്തത്തിലൂടെ അവർ കടന്നുപോയി കഴിഞ്ഞു. അതിനുശേഷം അവരൊന്ന് ചിരിക്കുന്നത് കാണുമ്പോഴോ, അല്ലെങ്കിൽ അവരൊന്ന് സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോഴോ, അല്ലെങ്കിൽ അവർ സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോഴോ നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? എൻ്റെ ഡൗട്ടാണ്. ഇത് പ്രബുദ്ധ മലയാളികളുടെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അതായത് അവരുടെ കുഞ്ഞെന്തായാലും മരണപ്പെട്ടു. ആ കുഞ്ഞ് നിത്യതയുടെ ലോകത്തേക്ക് പോയി കഴിഞ്ഞു. അതിനുശേഷം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ സംസ്കാരത്തിന് വന്നപ്പോൾ അവർ കളിച്ച് ചിരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. അവരവിടെ ഇരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ് ഇരിക്കുന്നത്. അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോടെല്ലാം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ കരഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവലാതി എന്ന് പറയുന്നത്. കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത്, കുഞ്ഞവരുടെ അല്ലേ, ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്ന് ഒരു ചേട്ടൻ കമൻ്റ് അടിച്ചിട്ടുണ്ട്. അവാർഡ് വാങ്ങാൻ വന്നതുപോലെ ഇരിക്കുന്ന അച്ഛനും അമ്മയും, ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. സ്വന്തം കുഞ്ഞു മരിച്ചിട്ട് എന്തോ ഒരു ദുരൂഹതയുണ്ട്, പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വേറൊരു കമൻറ്റ്. ഇനി ഇതാണോ ആ മാതാപിതാക്കൾ എന്ന് പറഞ്ഞൊരു പുച്ഛ കമൻറ്റ്. എന്തോ പോലെ തോന്നുന്നു എന്ന് വേറൊരു കമൻറ്റ്. ചില മാതാപിതാക്കൾ വർഷങ്ങൾ കഴിഞ്ഞാലും ആ വേദനയിൽ നിന്ന് മുക്തരാവില്ല. ഇവർക്ക് വേഗം ആശ്വാസം ലഭിച്ചു എന്ന് തോന്നുന്നു. സങ്കടം ഉള്ളിൽ ആണ് എന്ന് പറഞ്ഞാലും അത് കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണോ? അവർക്കിങ്ങനെ ഇരിക്കാൻ കഴിയുമോ? ഇത് വേറെ ആരോ പോലെ തോന്നുന്നു. ഇതിപ്പോൾ തിരക്കുകളും ആളുകളും ഒക്കെ കാരണം ഒന്നും ഓർക്കാനൊന്നും നേരം കിട്ടില്ല. എല്ലാവരും പോയി ഇവർ ഒറ്റയ്ക്കാകുമ്പോഴായിരിക്കും സങ്കടം വരുന്നത്. എനിക്ക് മാത്രമല്ല, ഭൂരിഭാഗം പേർക്കും അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കമൻറ്റ്, തീരെ ദുഃഖം കാണാനില്ല ഇവരുടെ മുഖത്ത്. കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ അച്ഛൻ ഇരിക്കുന്നു ടിപ്പ് ടോപ്പായി. ഇതാണോ ഒരു പെറ്റ തള്ള? അമ്മ എന്താ കരയാത്തേ? കരയാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വൃത്തികെട്ട കമൻറ്റുകളാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. കാരണം അവരുടെ ഒരു കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം ആ കുഞ്ഞ് എന്തൊക്കെ നല്ല കാര്യം ചെയ്തിട്ടാണ് ഈ സമൂഹത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കണം. ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ഇതിൽ കൂടുതൽ പ്രൗഡ് ആവാനായിട്ട് എന്തു വേണം എന്നുള്ളതാണ്. ഞാൻ തുറന്നൊരു കാര്യം പറയാം. ഇവിടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ, നമുക്ക് പരിചയമില്ല അയാളെ, നമുക്കയാളെ പരിചയമില്ല. ആ പരിചയമില്ലാത്ത ആൾ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരിക്കും. അപ്പോൾ അയാൾ വന്ന് നമ്മളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ മരണപ്പെട്ട ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണപ്പെട്ട ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണപ്പെട്ട കുഞ്ഞിൻ്റെ വൃക്കയോ കരളോ കണ്ണോ എന്തെങ്കിലും എൻ്റെ മകനോ മകൾക്കോ അച്ഛനോ അമ്മയ്ക്കോ തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കൊടുക്കില്ല. എഴുതി ഒപ്പിട്ട് തരാം. ഇങ്ങനെ കമൻ്റ് ഇട്ട ഒറ്റ മനുഷ്യർ
കൊടുക്കില്ല. സ്വാർത്ഥനാണ് എല്ലാവരും. അങ്ങനെ സ്വാർത്ഥരല്ലാത്ത മനുഷ്യരാണ് ഇവരെന്ന് പറയുന്നത്. 5 പേർക്കാണ് ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബന്ധുക്കളുടെ ഒന്നും കൊടുക്കില്ല. കാരണം ആ സമയത്ത് ഇപ്പോൾ അച്ഛനോ അമ്മയോ ഭാര്യയോ മകളോ ആരെങ്കിലും മരണപ്പെടുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ദുഃഖത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ്, ഐ റിപ്പീറ്റ്, ജെന്യുവൻ എന്നാണ് പറയുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഈ സമയത്താണോടാ ഇതൊക്കെ വന്ന് ചോദിക്കുന്നത്, ഞാനിവിടെ വിഷമിച്ചിരിക്കുകയില്ലടാ എന്നായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്. ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്ത് വന്ന് ചോദിക്കും? അറിയാം ഇതൊരു ദുരന്തമാണ്. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവരുടെ കണ്ണോ കരളോ മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടണമെങ്കിൽ ആ ദുരന്ത സമയത്ത് ആ മൃതദേഹം അവിടെ ഇരിക്കുമ്പോൾ മാത്രമേ വന്ന് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സമയത്ത് വേണമെങ്കിൽ പറയാം നമുക്ക്, ഞാനിവിടെ കരഞ്ഞ് കലങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ദുരന്തത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും അറിയില്ല, അപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത്. പക്ഷേ ഈ അച്ഛൻ, അതായത് ഈ അരുൺ എന്ന് പറയുന്ന അച്ഛൻ ഈ ഷെറിൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയോട് അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങളുടെ മകളുടെ വൃക്കയും കരളും നേത്രപടലങ്ങളും എല്ലാം ദാനം ചെയ്യാമെന്ന്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ബോൾഡ് ഡെസിഷൻ എടുത്ത വ്യക്തികളാണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തികൾ എത്രത്തോളം അവരുടെ മനസ്സ് സ്ട്രോങ് ആണെന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സിനുടമകളാണവർ. അങ്ങനെ അവരുടെ മകളെ അവർ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടാണ് അവരവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നത്. ഞാൻ ഈ കമൻ്റ് ഇട്ടവരുടെ ആരുടെയും മുഖമോ കാര്യങ്ങളോ ആ കമൻറ്റ് പോലും ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് കാണിച്ചിട്ട് കാര്യമില്ല. കമൻറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് കാണിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് കഴുത നടന്നു പോകുന്നു, കഴുതപ്പുറത്ത് ഭാര്യയെ ഇരുത്തി ഭർത്താവ് പോകുന്നു. സമൂഹം പറയും അവൻ പെൺകോന്തനാണ്, ഭാര്യയെ കഴുതപ്പുറത്തെത്തിയിട്ട് കിഴങ്ങൻ നടന്നു പോകുന്നു എന്ന് പറയും. എങ്കിൽ ഭാര്യയെ താഴെ ഇറക്കി ഭർത്താവ് കഴുതപ്പുറത്ത് കയറി എന്ന് വെച്ചോളൂ. നാട്ടുകാരെന്ത് പറയും? ഭർത്താവ് കയറി പോകുന്നു, അബലയായിട്ടുള്ളൊരു സ്ത്രീയെ നടത്തിക്കുന്നു. ഇനി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി പോവുകയാണെങ്കിൽ സമൂഹം പറയും കഴുത ഇത്ര ഇട്ട് ബുദ്ധിമുട്ടിക്കണോ, അതൊരു പാവം മിണ്ടാ പ്രാണിയല്ലേ എന്ന് പറഞ്ഞ് വേറെ ടീം വരും. ഇനി രണ്ടുപേരും ഇറങ്ങി കഴുതയായിട്ട് പോവുകയാണെങ്കിൽ ഒരു കഴുതയും വെച്ചുകൊണ്ട് രണ്ടും കൂടെ നടന്നു പോകുന്നു, 3 കഴുതകളാണ് എന്ന് ചോദിക്കും. അതാണ് സമൂഹം. ഇതാണ് സമൂഹം. സമൂഹത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരാളുടെ പ്രവർത്തികളെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് സമൂഹം. അപ്പോൾ ആ അച്ഛനും അമ്മയും ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ നമ്മളെപ്പോലുള്ള പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അഭിമാനിക്കുകയാണ് വേണ്ടത്. അവരെ മാതൃകയാക്കി എടുത്തുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഞാൻ തുറന്നു പറഞ്ഞല്ലോ. അതായത് ഭാര്യയോ ഭർത്താവോ മരണപ്പെടുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തിനോ എൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും അവയവം വേണം, ഞാൻ അവയവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവയവം ലഭിക്കണമെങ്കിൽ ഒരാൾ കനിയണം. അപ്പോൾ മരണപ്പെട്ട ഒരാളുടെ അവയവം ഉണ്ടെന്ന് ഡോക്ടർ വിളിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കറിയാം നിങ്ങൾ വിഷമത്തിലാണ്, പക്ഷേ എൻ്റെ അവസ്ഥയും അതുപോലെയാണ്. അങ്ങനെ വന്ന് ചോദിക്കണം, ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, എൻ്റെ അച്ഛനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ് മരിച്ചു കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. അങ്ങനെ പറയാതെ ആ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ സ്റ്റെബിലിറ്റി കൈവിടാതെ നിൽക്കുന്ന അച്ഛനും അമ്മയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവർ കരയില്ല. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇനി ക്ലിയർ അല്ലെങ്കിലും ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരി.